ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്. അപ്പോൾ തൊഴിലാളി ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ വ്യവസായ രംഗം അഭിവൃദ്ധി പ്രാപിക്കാൻ കാരണക്കാരനായ മന്ത്രി പി രാജീവാണ് ഇന്ന് നമ്മളോടൊപ്പം ലീഡേഴ്സ് മോർണിംഗിലുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. മിനിസ്റ്ററെ, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മെയ് 1 ആഘോഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അതിൽ ഒരു ആശംസകളോട് തന്നെ തുടങ്ങാം അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്? അതെ, എല്ലാവർക്കും സർവ്വദേശീയ തൊഴിലാളി ദിനമാണെന്ന്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ചിക്കാഗോയിൽ നടത്തിയ തൊഴിലാളി സമരത്തിന്റെ നേരെയുള്ള വെടിവെപ്പും രക്തസാക്ഷിത്വവും അതാണ് മെയ് ദിന ഓർമ്മകൾ കൊണ്ടുവരുന്നത്. എല്ലാവർക്കും മെയ് ദിന ആശംസകൾ നേരുന്നു. മിനിസ്റ്റർ, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ വ്യവസായ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അതിന് ഈ വലിയ നിയമ നൂലാമാലകളൊന്നും തന്നെ ഇല്ലാതാക്കിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അതിൽ മന്ത്രി പി രാജീവ് അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. അങ്ങയുടെ ഇടപെടലുകൾ തന്നെയാണ് കൂടുതലും ആ നൂലാമാലകളൊക്കെ ഒഴികാനുള്ള കാരണവും. പക്ഷേ അപ്പോഴും ശ്രീ പി രാജീവ്, ഈ വ്യവസായങ്ങൾ ആരംഭിക്കാനുള്ള സാങ്കേതിക തടസ്സങ്ങളൊക്കെ മാറിയെങ്കിലും പിടിച്ചു നിൽക്കാൻ പ്രവർത്തകർക്ക് പലപ്പോഴും കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങ് മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല എന്താണ് ഈ ഒരു വിഷയത്തിൽ? പിടിച്ചു ഒരു വ്യവസായവും നമുക്ക് പൂർണ്ണമായിട്ടും വിജയം കൈവരിക്കുന്ന ലോകത്ത് ഒരിടത്തും ഒരു സർക്കാരിനും ഉറപ്പ് നൽകാൻ കഴിയില്ല. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് വ്യവസായം ആരംഭിക്കുന്നതിനും നടത്തിക്കൊണ്ടുപോകുന്നതിനും ആവശ്യമായ പരിസരം ഒരുക്കുക, നിയമത്തിന്റെ നൂലാമാലകൾ ഒഴിവാക്കുക, മാനവ വിഭവശേഷി ഉറപ്പാക്കുക, മാർക്കറ്റിൽ ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവെ സർക്കാർ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് MSMEകളുടെ ആദ്യ വർഷത്തെ മരണനിരക്ക് എന്നുള്ളത് 30% മുതൽ 40% വരെയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അത് 15% താഴേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടമായി തന്നെ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ട് എല്ലാവിധ പിന്തുണയും ഇപ്പോൾ വ്യവസായം ആരംഭിക്കുന്നതിൽ മാത്രമല്ല, ഇപ്പോൾ ചെറിയ സംരംഭങ്ങളാണെങ്കിൽ അവർക്ക് ടാക്സ് റിട്ടേൺസ്, GST റിട്ടേൺസ് തയ്യാറാക്കാനുള്ള പിന്തുണ, അവർക്ക് പ്രാദേശികമായിട്ടുള്ള സ്റ്റോറിൽ മാർക്കറ്റ് ഉറപ്പുവരുത്തൽ, ഷോപ്പി വഴിയുള്ള സംവിധാനം വഴി ഡിജിറ്റൽ മാർക്കറ്റ് അതിനാവശ്യമായ പിന്തുണ നൽകൽ, ആവശ്യമായിട്ടുള്ള ബാങ്ക് വായ്പയ്ക്കുള്ള പിന്തുണ നൽകൽ, ഇങ്ങനെയുള്ള പരിസരം ഒരുക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ വ്യവസായങ്ങളാണെങ്കിൽ അവർക്ക് മാനവ വിഭവശേഷി ഉറപ്പുവരുത്താനായിട്ട് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പൂർണ്ണമായിട്ടും ഇന്റേൺഷിപ്പ് സംവിധാനം നൽകുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളാണെങ്കിൽ അത് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സർക്കാർ നടപടി സ്വീകരിക്കുന്നു. ഇങ്ങനെ ആവശ്യമായിട്ടുള്ള ഒരു ത്രൈവിംഗ് ഇക്കോസിസ്റ്റം ഇതിന്റെ ഭാഗമായി വികസിപ്പിച്ചെടുക്കലാണ് സർക്കാരിന് ചെയ്യാൻ കഴിയാവുന്ന കാര്യം. അതിൽ കേരളം വിജയിച്ചിട്ടുണ്ട് എന്നാണ് അനുഭവം കാണിക്കുന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം അങ്ങ് വയനാട്ടിൽ തന്നെ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളൊക്കെയാണ്. ഈ 15 പദ്ധതികൾ, അതിൽ 3000-ൽ പരം കോടിയുടെ നിക്ഷേപം വരുന്നു, 600-ൽ പരം തൊഴിലവസരങ്ങൾ വരികയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് അങ്ങ് വയനാട്ടിൽ നടത്തിയത്. ഏതൊക്കെ മേഖലകളിലാണ് മിനിസ്റ്റർ നിക്ഷേപം വരുന്നത്? അല്ല, നമ്മുടെ സംരംഭക സംഗമത്തിൽ അല്ലെങ്കിൽ നിക്ഷേപ സംഗമം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ വ്യവസായ വകുപ്പും മറ്റു വകുപ്പുകളും ചേരുകയാണെങ്കിൽ 1,96,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലാണ് വന്നിട്ടുള്ളത്. ആ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലുകളെ നമ്മൾ ഓരോ മേഖലയായി തിരിച്ചിട്ടുണ്ട്. നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലും പ്രവർത്തന മേഖലയുടെ അടിസ്ഥാനത്തിലും അതിൽ ഓരോ നോഡൽ ഓഫീസർമാരും പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ മെയ് മാസത്തിൽ നമുക്ക് ചുരുങ്ങിയത് 13 നിക്ഷേപ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ കല്ലിടൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. ഏപ്രിൽ 3 ഇപ്പോൾ തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റെല്ലാ ജില്ലകളിലും സമാനമായിട്ടുള്ള പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളുടെ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളുണ്ട്. വയനാട് സാധാരണ നമ്മുടെ വ്യവസായ ഭൂപടത്തിൽ ഇടം കിട്ടിയിരുന്നൊരിടമല്ല, ഒരു ജില്ലയല്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ 10 പരിപാടികൾ പങ്കെടുക്കുകയുണ്ടായി. അതിനകത്ത് പുതിയ IT കൺസൾട്ടൻസി തുടങ്ങി ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെയുള്ളവയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഒരു ദിവസം കഴിഞ്ഞ വർഷം 13 ഉദ്ഘാടനം നടത്തി. ഇത്തവണ ഈ വർഷം 7 ഉദ്ഘാടനവും 6 കല്ലിടലും നടത്തുകയുണ്ടായി. ഇടുക്കിയിലാണെങ്കിൽ നമ്മുടെ സ്പൈസസ് പാർക്ക് പൂർണ്ണമായിട്ടും അത് ഒക്യുപ്പൈഡായി, ഇനി സ്ഥലമില്ല എന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ എല്ലാ ജില്ലയിലും
വ്യവസായങ്ങൾ വരുന്നു, സംരംഭങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ സാധാരണ ഇൻവെസ്റ്റ് സമ്മിറ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ ആഘോഷത്തോടു കൂടി അവസാനിക്കുമെങ്കിൽ നമ്മൾ ഇതിന് മുന്നോടിയായി ഒരു വർഷത്തോളം നീണ്ടുവരുന്ന പദ്ധതികൾ നടപ്പിലാക്കി അതിനുശേഷം തുടർ നടപടികൾക്കായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മാസവും നമുക്ക് കല്ലിടാൻ കഴിയുന്നത്, ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നത് ഏതെല്ലാം മേഖലയിൽ, അതിന് ഓരോ വ്യക്തിയെയും ഓഫീസർമാരെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ സമഗ്രമായ ഒരു പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, അതുപോലെ കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഘമുണ്ട്. അതിലിപ്പോൾ എത്ര MOU ആണ് നമ്മൾ ഒപ്പിട്ടത്? എത്ര എണ്ണമാണ് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ പോകുന്നത്? അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. വ്യവസായ വകുപ്പിന്റെ 1,72,000 IT കൂടുമ്പോൾ 1,96,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പല രീതിയിൽ അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്ന്, റെഡിലി ലാൻഡും മറ്റ് സൗകര്യങ്ങളും അവൈലബിളായി തുടങ്ങാൻ കഴിയുന്നത് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി. 2, ചില സാങ്കേതികമായ തടസ്സങ്ങൾ ഒഴിവാക്കി കൊടുത്ത് തുടങ്ങേണ്ടത്. 3, ലാൻഡ് ഇല്ല എന്നാൽ ലാൻഡ് ഉൾപ്പെടെ ക്രമീകരിക്കേണ്ടത്. 4, ലാൻഡ് ഉണ്ട് പക്ഷെ ലാൻഡ് ഏതെങ്കിലും രൂപത്തിലുള്ള തരംമാറ്റൽ ആവശ്യമായി വരുന്നത്, കൺവേർഷൻ ആവശ്യമായി വരുന്നത്, അങ്ങനെ ഒരു വർഗീകരണം നടത്തിയിട്ടുണ്ട്. പിന്നെ 50 കോടിക്ക് താഴെയുള്ളത് 50 കോടിക്ക് 100 കോടിക്കിടയിൽ, 100 കോടിക്കും 500 കോടിക്കിടയിൽ, 500 കോടിക്ക് 1000 കോടിക്കിടയിൽ എന്ന വർഗീകരണമുണ്ട്. പിന്നെ കിൻഫ്ര പാർക്കുകളിൽ KSIDC പാർക്ക് ഇവയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചുമതലകളുണ്ട്. ഇത് കൂടാതെ ഓരോ സെക്ഷൻ തിരിച്ചിട്ട്, ഇപ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് ആകാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആകാം, IT ആകാം, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഡിസൈൻ, ഈ മേഖലയാകാം, അതെല്ലാം തന്നെ പ്രത്യേകമായി അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട്. അതിന് ഓഫീസർമാർക്ക് ചുമതലയുണ്ട്. ഇപ്പോൾ 100 കോടി രൂപ വരെയാണെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും ചുമതലകൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ കൺവേർഷൻ നടപ്പിലാക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. ഓക്കെ ശരി മിനിസ്റ്റർ, ഇനിയിപ്പോൾ മറ്റ് വിഷയങ്ങളിലേക്കൂടെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത്. ആശങ്കപ്പെടുത്തുന്ന പല കാര്യങ്ങളും, ഈ വലിയ ചർച്ചകളും അവിടെ നീക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതിർത്തികളിലൊക്കെ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം ഈ പാക് പൗരന്മാർ രാജ്യം വിട്ടു പോകണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശമാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഈ മലപ്പുറത്തും മറ്റു ഭാഗങ്ങളിലൊക്കെ കാലാകാലങ്ങളായി വന്ന് താമസിക്കുന്ന, കുടുംബമായിട്ടൊക്കെ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിർദ്ദേശം ഇവിടെ എത്രത്തോളമാണ് ഈ കുടുംബമായി താമസിക്കുന്നവരെയൊക്കെ എങ്ങനെയാണ് മിനിസ്റ്ററെ ബാധിക്കുന്നത്? നമ്മുടെ സർക്കാരിന്റെ നടപടികൾ എങ്ങനെയൊക്കെ ആവും ഈ ഒരു വിഷയത്തിൽ? അതിന് ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അതിലിപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ലെങ്കിലും എങ്ങനെ ഭീകരവാദികൾക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞു, ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ അത് പരിഹരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത രൂപത്തിൽ ശക്തമായ ഒരു സന്ദേശം ഭീകരവാദത്തിന് നൽകാൻ കഴിയേണ്ടതുണ്ട്. അതിന് എല്ലാ രൂപത്തിലുള്ള നടപടികളും യൂണിയൻ ഗവൺമെൻറ് സ്വീകരിക്കണം. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരേ മനസ്സോടുകൂടി രാജ്യത്തിൻ്റെ നിലപാടിനൊപ്പം ഉറപ്പിക്കേണ്ടതുണ്ട്. 2, ഇത്തരത്തിലുള്ള സമീപനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദീർഘകാലമായിട്ട് ഇവിടെ താമസിച്ച് പൗരത്വത്തിൽ വന്നിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അതിനകത്തെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും, പ്രത്യേക കേസുകളുണ്ടെങ്കിൽ അതും പരിഗണിക്കേണ്ടത് തന്നെ. ഇതിലൂടെയെല്ലാം ഗവൺമെൻറ് ഒരു സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭീകരവാദത്തിന് പിന്തുണയ്ക്കുന്ന സമീപനം ഏത് രാജ്യം സ്വീകരിച്ചാലും അവനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദീർഘകാലമായി ഇവിടെ താമസിച്ച് നമ്മുടെ പൗരത്വത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ടാവും. അവരിപ്പോൾ ഇന്ത്യ പൗരന്മാരായി തന്നെയായിരിക്കും പരിഗണിക്കുക. അത് പ്രത്യേകം തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. ശരി മിനിസ്റ്റർ, ഇനിയിപ്പോൾ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, വളരെ ഗൗരവത്തിൽ ചർച്ചകൾ നടത്തുന്ന ഒന്ന് ഈ ലഹരി വ്യാപനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും കലാകാരന്മാർക്കിടയിലും വ്യാപിച്ചു വരുന്ന ലഹരി ഉപയോഗം. ഈ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് അതിപ്പോൾ നമുക്ക് ഈ ക്യാമ്പയിനിലൂടെയും മറ്റുമൊക്കെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാം. പക്ഷേ കലാകാരന്മാർക്കിടയിലേക്ക് ഈ ലഹരി വ്യാപനം അത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം നൽകുന്നത് കൂടിയാണ്. സർക്കാർ കടുത്ത നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. അത് അങ്ങനെ തന്നെ വേണവും താനും. പക്ഷേ ഇനിയിപ്പോൾ ഈ സിനിമാ മേഖലയിലേക്ക് അടക്കമുള്ള ലഹരി വ്യാപനം എങ്ങനെയാണ് ഇതിൽ തടയിടാനുള്ള ഒരു സർക്കാർ നീക്കം നടക്കുന്നത് മിനിസ്റ്റർ? ലോകത്തും രാജ്യത്തും ലഹരിയുടെ വ്യാപനം ശക്തിപ്പെടുന്നുണ്ട്. നമ്മുടെ കേരളം ഇന്ത്യയിലെ ലഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമല്ലെങ്കിൽ പോലും ഔദ്യോഗിക കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിലും ലഹരിയുടെ വ്യാപനം വർദ്ധിക്കുന്നു. കേരളം പോലൊരു സമൂഹം കുറെ കൂടി വിദ്യാഭ്യാസമുള്ള, സിവിൽ സെൻസ് ഉള്ള ഒരു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ വ്യാപിക്കുന്നത് ഏറെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണേണ്ടത്. അതുകൊണ്ടാണ് കേരള നിയമസഭ ഏകകണ്ഠമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു സമീപനവും നിലപാടും സ്വീകരിച്ചത്. 2-3 തലത്തിൽ നമുക്കിതിനെ കാണേണ്ടതുണ്ട്. ഒന്ന്, ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് സംവിധാനം വേണം. അതാണ് പോലീസും എക്സൈസും ചേർന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനകത്ത് നിലവിലുള്ള നിയമങ്ങൾ ഇത്തരം കാര്യങ്ങൾ കടുത്ത ശിക്ഷ നൽകുന്നതിന് അപര്യാപ്തമാണ്. പുതിയ രൂപത്തിൽ ലഹരി വ്യാപിക്കുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള നിയമങ്ങളിൽ മാറ്റം വന്നിട്ടില്ല. നിയമങ്ങളെല്ലാം കേന്ദ്ര നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് അതിന് ചില പരിമിതികളുണ്ട്.
മൂന്നാമത്തേത് നമുക്ക് നല്ല രീതിയിലുള്ള ക്യാമ്പയിൻ, ഒരു വിപുലമായ ബോധവൽക്കരണം, അത് കുഞ്ഞുങ്ങൾ മുതൽ കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് പൊതുവെ എല്ലാവരും കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. അതിൽ നമുക്കിപ്പോൾ ഏകോപനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളം പോലെ ഇത്രയും ഏകോപിതമായി ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച മറ്റൊരു സംസ്ഥാനവും ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാവില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ഏറിയും കൂറിയും ലഹരിയുടെ വ്യാപനമുണ്ടെങ്കിലും നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. തീർച്ചയായും മിനിസ്റ്റർ കറക്റ്റാണ്. അതിനൊപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ റാപ്പർ വേടന്റെ അറസ്റ്റും അതിന് പിന്നെയുള്ള ഉണ്ടായ നടപടികളുമൊക്കെ. ഇപ്പോൾ സർക്കാർ പരിപാടികളുടെ പോലും സ്ഥിരം സാന്നിധ്യമൊക്കെ ആയിരുന്നു വേടൻ. സമൂഹത്തിന് വലിയ സന്ദേശമൊക്കെ നൽകുന്ന ഗാനങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു വലിയ സന്ദേശമൊക്കെ ആയിരുന്നു യുവാക്കൾക്കിടയിലും. അത്രമേൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയൊക്കെയാണ്. ഈ തെറ്റ് ചെയ്താൽ നമ്മൾ തെറ്റെന്ന് തന്നെ പറയണം, അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നതുമല്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ വനം വകുപ്പിന്റെ നടപടികൾ, ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിയും ഒക്കെ രണ്ട് നിലപാടിൽ തുടരുന്നതാണ്. ഒരു കുറ്റവാളിയോടെന്ന പോലെ, ഒരു കൊടും ക്രിമിനലിനോടെന്ന പോലെയാണ് വനം വകുപ്പിന്റെ പല ചെയ്തികളും കാണുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ പല നിയമങ്ങളും പരിഷ്കരിക്കേണ്ട കാലം കഴിഞ്ഞിട്ടില്ലേ മിനിസ്റ്റർ, പ്രത്യേകിച്ച് ഈ NDPS ആക്ട് അടക്കം? അതിൽ ലഹരിക്ക് ഉള്ള ശക്തമായ നടപടിയിൽ കറുപ്പോ വെളുപ്പോ, സവർണൻ അവർണൻ, അല്ലെങ്കിൽ ഉന്നതൻ സാധാരണക്കാരൻ എന്ന വിദ്യാർത്ഥി അധ്യാപകൻ, ഇങ്ങനെയുള്ള ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരേ മനസ്സോടുകൂടി തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. നിയമ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഒരാളും എത്ര ഉന്നതനായാലും, എത്ര സ്വാധീനമുള്ളതായാലും, എത്ര ജനസമ്മതിയുള്ള ആളായാലും ലഹരിയുടെ കാര്യത്തിലേക്ക് വന്നാൽ നിയമത്തിൻ്റെ വിധേയമാണ് എന്ന സന്ദേശം നൽകേണ്ടത് ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ്. അതാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ. എന്നാൽ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ വനം വകുപ്പിൻ്റെ ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി അവധാനതയോടുകൂടി നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അത് രണ്ടും ഒരേപോലെയുള്ള ഇതിലല്ല ഈ കാലഘട്ടത്തിൽ കാണേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് പ്രത്യേകം അവധാനതയോടുകൂടിയാണ് സമീപനം സ്വീകരിക്കേണ്ടത്. അതിനകത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റർ, ഇനി ഒരൊറ്റ കാര്യം കൂടി. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ആ ഒരു സന്തോഷത്തിലേക്കാണ് കേരളത്തിൽ അത്രമേൽ നമ്മൾ കാത്തിരുന്ന, അത്രമേൽ അഭിമാനത്തോടു കൂടി നോക്കുന്ന ഒന്നാണ് നാളത്തെ വിഴിഞ്ഞം കമ്മീഷനിങ്. വിഴിഞ്ഞം തുടങ്ങിയത് വലിയൊരു വിവാദത്തോടു കൂടിയായിരുന്നു. അവസാനിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് അത്രയേറെ സന്തോഷമുണ്ടെങ്കിലും പ്രതിപക്ഷം അവരുടെ ഒരു അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അതൃപ്തി അത് വിഴിഞ്ഞത്തിൻ്റെ ശോഭ ചെറുതായെങ്കിലും കെടുത്തുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, കെടുത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും തോന്നുമെന്നല്ലാതെ കെടാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതുപോലെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അവസാന നിമിഷമായിരിക്കും PMO ഓഫീസിൽ നിന്ന് ആരൊക്കെയാണ് വേദിയിൽ ഉണ്ടാകേണ്ടത് എന്ന് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശത്തെ കൂടി ആധാരമാക്കിക്കൊണ്ട് ചിലപ്പോൾ അതിനകത്ത് കുറവ് വരുത്തും, ചിലപ്പോൾ അവരുടെ ഭാഗമായി തന്നെ കൂട്ടിച്ചേർക്കലുകൾ വരുത്തും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ മെട്രോ ഉദ്ഘാടനത്തിൻ്റെ സന്ദർഭത്തിൽ അന്നത്തെ BJP പ്രസിഡന്റിനെ അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. മെട്രോയിൽ സന്ദർശിക്കുമ്പോഴും BJP പ്രസിഡന്റിനെ കൂട്ടി സഞ്ചരിച്ച ചിത്രം അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ PMOയിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാലാണ് ആരൊക്കെയാണ് സ്റ്റേജിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ നമുക്ക് അവസാന രൂപം നൽകുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ മേധാവിൻ്റെ പേര് കേരളം കൊടുക്കുന്നു. കേരളം കൊടുക്കുന്നത് അവിടെ നിന്ന് ഉറപ്പില്ലാതെ നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ, നാളെ ഇല്ലാതായി കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വിവാദമാകും. അപ്പോൾ ആ ഘട്ടത്തിലാണ് കൃത്യമായ ഇത് കിട്ടുമ്പോൾ ആദ്യം തന്നെ ഒരു അറിയിപ്പ് കൊടുക്കുന്നു. അതിനുശേഷം ആരൊക്കെയായിരിക്കും സ്റ്റേജിൽ ഉണ്ടാവുക എന്ന് വ്യക്തത. അതെനിക്കാണ് നടപടിക്രമങ്ങൾ മനസ്സിലാകുന്ന ആരും ഇത്തരം കാര്യങ്ങൾക്ക് നേരത്തെ അനുഭവമുള്ള ആരാണെങ്കിലും അതേ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരളം ഏറെക്കാലമായി കാത്തിരുന്ന പദ്ധതിയാണ്. കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഒരു ഗേറ്റ് വേ ആയിട്ട് വിഴിഞ്ഞം മാറുകയാണ്. ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ അതിനെ പൂർത്തീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. നാടാകെ എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമങ്ങളെയും മറികടന്നുകൊണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിൻ്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ ജനങ്ങളുടെ മുൻപിൽ തുറന്നു കാട്ടപ്പെടുകയും ഒറ്റപ്പെടുകയും എന്നല്ലാതെ ഇതിൻ്റെ ശോഭയ്ക്ക് ഒരു കുറവും ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെയധികം നന്ദി മിനിസ്റ്ററെ, നമുക്കൊപ്പം ചേർന്നതിന്. ഈ തൊഴിലാളി ദിനത്തിൽ അങ്ങേക്ക് ഒരിക്കൽ കൂടി മെയ് ദിന ആശംസകൾ നേരുന്നു. ഒപ്പം നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ ഇന്ന് മിനിസ്റ്റർ P. രാജീവായിരുന്നു നമുക്കൊപ്പം ലീഡേഴ്സ് മോർണിംഗിൽ ഉണ്ടായിരുന്നത്.